Hi, this video is sponsored by the Tej Steel Doors and Windows. പുള്ളി നൈസാണ്. പുള്ളിക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയെല്ലാം പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. ഗണേഷ് കുമാറിനെ കൊണ്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് കേരളം എന്ന് മനസ്സിലായില്ല. അതാണ് നമുക്ക് ഒന്നാമത് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ ലീഡറിലായി കഴിഞ്ഞ് ആദ്യമായിട്ട് ലീഡറായി ആ ക്ലാസ്സിലേക്ക് വന്നപാട് പറയാം ഞാൻ നാളെ മുതൽ ഇങ്ങനെയാക്കും, മറ്റന്നാൾ മുതൽ ഇങ്ങനെയാക്കും, ഇനി ഞാൻ ഇതുപോലെ ചെയ്യും അതുപോലെ ചെയ്യും, ഇത്തരത്തിലുള്ള കുറേ അങ്ങനെയല്ല. ഇത് കേരളമാണ്. ഈ കേരളത്തിലെ ജനസാന്ദ്രത, ഇവിടെയുള്ള വിഷയങ്ങൾ, റോഡ് അല്ലെങ്കിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ച് അതിന് ഉതകുന്ന തരത്തിൽ വേണം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ. നല്ല കാര്യമാണ്. വണ്ടി ഓടിക്കണം, റോഡിലേക്ക് ഇറങ്ങാനുള്ളതല്ല. എന്തായാലും ആരെങ്കിലും പോയി ഇടിച്ചിട്ട് കാര്യമില്ല പഠിക്കാണ്ട്. ഗണേഷ് കുമാർ അടിപൊളി മന്ത്രിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നല്ല മന്ത്രിയാണ്. കാരണം ലൈസൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയ മാതിരി ഇപ്പോൾ കൊടുക്കുന്ന സംവിധാനമൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് പാർക്കിങ്, വണ്ടി പാർക്ക് ചെയ്യേണ്ടതൊക്കെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ. പിന്നെ ഈ കാര്യത്തിൻ്റെ മുകളിൽ, കുത്തനുള്ള കാര്യത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട് പിന്നെ ശരിക്കും വണ്ടി എടുക്കാൻ പഠിക്കണം. അങ്ങനത്തെ ലൈസൻസ് കൊടുക്കാവൂ. എൻ്റെ അഭിപ്രായം അതാണ്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു റോക്ക് ബുൾ മീഡിയ. ദിസ് ഈസ് മീൻ ബിഹിർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനെ കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം. കാരണം പുള്ളിക്കാരൻ മന്ത്രി അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. കാരണം ലൈസൻസിൻ്റെ കാര്യത്തിലായാലും ശരി, ലൈസൻസ് എടുക്കുമ്പോൾ കുറേ നിയമവലികൾ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിയെക്കുറിച്ച് എന്താണ് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ നമുക്ക് ചോദിച്ചറിയാലോ. ലെറ്റ്സ് ഗോ. മന്ത്രി ഗണേഷ് കുമാർ എങ്ങനെയുണ്ട് ആള്? എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയക്കാരോട് വലിയ അഭിപ്രായമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ല. ആ നിയമം സ്ട്രിക്റ്റ് ആക്കിയത് ഒത്തിരി നല്ലതാ. കുറേ പക്ഷെ ഞാനും അങ്ങനെയല്ല, എനിക്ക് അത്ര ഡ്രൈവിങ്ങിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. നിയമം ചിലപ്പം അതിലിപ്പം നല്ല നിയമമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം വണ്ടിയിൽ ലൈറ്റിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്നല്ലോ, ഇപ്പോൾ ഒരു നല്ല പിന്നെ എല്ലാ വണ്ടികൾക്കും ഓട്ടം കൊടുക്കുക എന്നത് നല്ല അഭിപ്രായമായിരിക്കും. എനിക്ക് അതിനോട് താല്പര്യമുണ്ട്. കാരണം ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വണ്ടികൾക്കും ഒരു കമ്പനികൾക്ക് മാത്രം ഓട്ടം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒത്തിരി വണ്ടികൾക്ക് ഓട്ടം കിട്ടുന്നുണ്ടല്ലോ, അതൊരു നല്ല നിയമമായിരിക്കും. ലൈസൻസിന്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അത്ര സപ്പോർട്ടീവായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നോർമലി വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ 8 വെച്ച് മാത്രമല്ലായിരുന്നു, അതിന് മാറ്റി ഇപ്പോൾ പാർക്കിംഗ് നല്ല സ്ട്രിക്റ്റ് വന്നു. അതൊരു നല്ല നിയമം തന്നെയാണ്. അപ്പോൾ ചിലർക്ക് പാർക്ക് ചെയ്യേണ്ട എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ അതൊക്കെ ഒരു നല്ല നിയമമാണ്. പിന്നെ ആ ട്രാഫിക് റൂൾസ് എങ്ങനെ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള അതൊക്കെ ഒരു സ്ട്രിക്റ്റ് ആക്കിയാണ്. പിന്നെ നിയമം ഒത്തിരി ഇപ്പം 30 ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്നു. അതിപ്പോൾ ഒരു നല്ല കാര്യമായിരിക്കും. കാരണം ചില പാസ്സാകാൻ വേണ്ടി മാത്രം 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ചാടി കയറി എങ്ങനെയിട്ട് പോകാം. ഇപ്പോൾ 25 ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ നോക്കേണ്ടി വരും. അപ്പം നിയമങ്ങളിപ്പോൾ കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ടാകും. ഗണേഷ് കുമാറിന്റെ മന്ത്രി എങ്ങനെയുണ്ട് കേരളത്തില്? അത് ഇപ്പോൾ എങ്ങനെ പറയാ, മന്ത്രി എങ്ങനെയാണ്? മന്ത്രി ഇപ്പോൾ നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒരു സപ്പോർട്ടീവായിട്ടാണ് തോന്നുന്നത്. കൂടുതൽ മന്ത്രിമാരെ കുറിച്ച് അങ്ങനെ പറയാം, അവർക്ക് അവരുടെ ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം വരുന്നതും ലൈസൻസ് ഒന്ന് വെട്ടി കുറയ്ക്കുന്നതും കുറച്ചുകൂടെ ടഫ് ആവുമല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിയമം വരണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു നിയമം വരണമെന്ന് ആഗ്രഹമില്ല. ഇപ്പൊ പോകുന്ന പോലെ പോയാൽ മതി എന്നാണോ? ലൈസൻസിന്റെ കാര്യത്തിൽ താല്പര്യമില്ല, ബാക്കിയുള്ള നിയമങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് 8 വെച്ച് മാത്രമല്ല, വേറെ പാർക്ക് ചെയ്യാൻ, റിവേഴ്സിൽ എടുക്കാനും ഇതൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ കയറ്റത്തിൽ വെച്ച് വണ്ടി എടുക്കാൻ അറിയാവുന്നവർ മാത്രം ലൈസൻസ് എടുത്താൽ മതി. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ളവർ മാത്രം ലൈസൻസ് കിട്ടിയാൽ മതി എന്നാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ആ നിയമം അനുസരിച്ച് ലൈസൻസ് എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ പഠിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ആ നിയമം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈൻ വരുന്നത് ഒരു റോങ് ടൈം എടുത്തിട്ട് ഫൈനിന്റെ പെനാൽറ്റി കൂട്ടുമല്ലേ? അപ്പൊ 500 രൂപ അടക്കേണ്ടത് ചിലപ്പം 1000, 1500, 2000 രൂപ അടക്കേണ്ടി വരുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, 500 രൂപ മതി. മന്ത്രി പുള്ളിക്കാരൻ എങ്ങനെയുണ്ട്? കൊള്ളാം. അത് എങ്ങനെയുണ്ടോ? കേരളത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വിശ്വസിക്കുന്നുണ്ട്. നല്ലൊരു മന്ത്രിയായിരിക്കും. പുള്ളി നൈസാണ്. പുള്ളിക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയെല്ലാം പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. പുള്ളിക്കാരൻ ചേഞ്ച് ചെയ്യുന്ന റൂൾസ് ഒക്കെ അക്സെപ്റ്റബിൾ ആണോ? പിന്നെ അല്ലേ, ഇപ്പൊ തന്നെ പുതിയൊരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ലൈസൻസിന്റെ വന്നത്. പിന്നെ മറ്റേ ഒരു എന്താ KSRTC മറ്റേ എഞ്ചിന്റെ, അതും കുറച്ച് ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഇപ്പൊ അതേപോലെ തന്നെ റൂൾസുകൾ വരണമെന്നാണ് അത് പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ ഇത്രയും ലൈസൻസുകൾ കട്ടാക്കുക, ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആകുക, അത് നല്ല കാര്യമല്ലേ. കാരണം ഞാനിപ്പോ ഒരു ലൈസൻസ് എടുത്ത ഒരാളാണ്.
എനിക്കും വലിയ കറക്റ്റായിട്ടൊന്നും അറിയത്തൊന്നുമില്ല, റൂൾസും എന്താ കറക്റ്റ് അറിയില്ല. അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഈ ഗണേഷ് കുമാർ പറയുന്ന പോലെ റൂൾസ് മാറണമെന്നാണ്. അപ്പോൾ പക്ഷേ ഇപ്പോഴും പലരും അത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പറയും ഇനി എന്നെ ആ ഒരു തീരുമാനം എടുക്കുന്നില്ല. അല്ല, അത് എൻ്റെ കേസിൽ അത് നല്ല ഐഡിയ ആണ്, നല്ലൊരു ഐഡിയ ആണ്. അങ്ങനത്തെ ചേഞ്ചസ് വരണമെന്നാണ് ആഗ്രഹം. വരണം. പിന്നെ വരണം. കാരണം ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി ഇപ്പോൾ പുള്ളിക്കാരൻ ഫസ്റ്റ് ഗതാഗത മന്ത്രിയാണെന്നുണ്ടെങ്കിൽ വേറൊരു ലെവലിലോട്ട് ഇത് മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നല്ല, എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ നല്ലതാണ്. ഗണേഷ് കുമാർ MLA ആകുമ്പോഴും മന്ത്രിയായി കഴിഞ്ഞപ്പോഴും ഒരേ കാഴ്ചപ്പാടും ഒരേ പ്രവർത്തനമുള്ളൊരു മന്ത്രിയും ഒരു ഇടതുപക്ഷ മുന്നണികളിലുള്ള ആളാണ്. പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് നന്മയുള്ളതും അതുപോലെ തന്നെ പുള്ളി കൊണ്ടുവരുന്ന നയങ്ങളെല്ലാം നമുക്ക് ഗുണങ്ങളായിട്ടുള്ള നയങ്ങളാണ്. ഇപ്പോൾ ലൈസൻസ് മാറ്റി എഴുതി, അത് പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ റോഡ് ആക്സിഡൻറ്റുകൾ മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ ലൈസൻസ് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നിട്ട് ലൈസൻസ് കിട്ടിയ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇനി അതുണ്ടാവില്ല, ഒരു 20-30 വർഷം കഴിയുമ്പോൾ ഇനി അതെല്ലാം ഓക്കെ ആയിട്ട് വരും. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ട്രാഫിക്കിൻ്റെ എല്ലാ സ്ഥിതി മാറും. ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ ഒരു കേരളത്തിൽ ആപ്ലിക്കബിൾ ആവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇതിന് മുന്നിട്ട് ഒരാൾ ഇറങ്ങുകയാണ്, ഇത്ര നാളത് ഉണ്ടായില്ല. അപ്പം ഇനി തീർച്ചയായിട്ടും അത് ആവേണ്ടതാണ് വിശ്വാസം. കഴിഞ്ഞ ദിവസം മന്ത്രി പറയാം ഞാൻ ഈ ഒരു തീരുമാനങ്ങൾ എടുക്കത്തില്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും പുള്ളിയുടെ ഒരു കണ്ണതിലുണ്ടാവും. കാരണം അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന് പറയും. അപ്പോൾ ആ മന്ത്രിസഭയിൽ ആരായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ മീഡിയ, സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് വളരെ വ്യാപകമായിട്ട് വ്യാജ പ്രചാരങ്ങൾ, നല്ല പ്രചാരങ്ങളുണ്ട്. അപ്പോൾ ഒരു വ്യാജ പ്രചാരണമാണ് നമുക്ക് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എല്ലാം തെറ്റാന്നുള്ള രീതിയിൽ എടുക്കുന്നത്. പുള്ളിക്കാരനെ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് വന്നിരിക്കട്ടെ, അത് ലൈസൻസിലൊക്കെ മാറ്റങ്ങൾ വന്നു. അത് ഇപ്പം ഈ 8 വെച്ചാണല്ലോ എടുക്കുന്നത്, അതിൻ്റെ ട്രാക്കൊക്കെ മാറ്റി വേറെ ട്രാക്ക് ആക്കിന്നിരിക്കട്ടെ, അത് അക്സെപ്റ്റബിൾ ആണോ ഇപ്പോൾ സ്ഥിരം പോകുന്നു? തീർച്ചയായും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കാൻ മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പഠിക്കണം, റിവേഴ്സ് ചെയ്യാൻ പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഇവിടെ ഹാഫ് കൾച്ചറിൽ നിർത്താൻ പഠിക്കണം. ഇതുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയാണ്ടാണ് നമുക്കൊക്കെ ലൈസൻസ് കിട്ടിയത്. ഇനി അത് അങ്ങനെ കിട്ടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മാറണം തീർച്ചയായിട്ടും. നല്ല പ്രവൃത്തി ചെയ്യുന്നത് പുള്ളിക്കാരൻ ചെയ്തെല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ലതാണ് ഇപ്പം. കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അധികമായിട്ടും പുള്ളിക്കാരനെ ഫോക്കസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ നല്ലതുമാണ്. പുള്ളിക്കാരൻ ഒരു നല്ല മന്ത്രിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പം നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇപ്പം നല്ലത് ചെയ്തിട്ട് കൈവ കിട്ടിക്കഴിഞ്ഞാല് അതന്നെ ചെയ്യണമെന്നില്ലല്ലോ. ആ ഒരു ഇത് പുള്ളിക്കാരൻ ചേഞ്ച് ചെയ്യുന്ന റൂൾസ് അക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ലൈസൻസിന്റെ എണ്ണം കുറയ്ക്കുക, അതൊക്കെ ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം റോഡ് ഇങ്ങനെ ഇപ്പം ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം നോക്കാന്ന് വെച്ചാൽ ലൈസൻസ് ഉള്ളവർക്ക് തന്നെ മര്യാദക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാണ്ട് അങ്ങനെയുള്ള പ്രശ്നമെല്ലാം ഉണ്ട്. അതായത് ഇപ്പൊ ഇനി തൊട്ട് കയറ്റത്തിൽ വെച്ച് വണ്ടി എടുക്കാൻ അറിയാവുന്നവർക്ക് മാത്രം ലൈസൻസ് എടുത്താൽ മതി. അതെ, ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കയറ്റത്തില് വണ്ടി വെച്ചിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ലൈസൻസ് ഉണ്ടായിട്ടും എടുക്കാൻ അറിയില്ലെങ്കിൽ അത് പ്രശ്നമാണല്ലോ. അപ്പൊ അതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ലൈസൻസ് കിട്ടുന്ന ഒരു നല്ലതായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞാൽ ഈ എല്ലാവർക്കും ഈക്വാലിറ്റി വേണം, KSRTC ഒരേപോലെ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഇതുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒരു നല്ല മന്ത്രിയുടെ ലക്ഷണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതേപോലെ ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനർക്ക് മാത്രം ഒരു പാർഷ്യാലിറ്റി മാത്രം കാണിക്കാൻ ഒരു തോന്നുന്നുണ്ടോ? അതിപ്പം നല്ല തീരുമാനം തന്നെ. കാരണം ഇപ്പം KSRTC മാത്രം വഹിച്ചിട്ടിട്ടാണല്ലോ ബാക്കിയുള്ള ബസ്സിനൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. ആ ഒരു ഇത് അതിപ്പം രണ്ടാളായാലും അല്ല, രണ്ടും നോക്കുന്നത് നല്ല. ഇത് കേരളത്തിൽ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് ഇപ്പം പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ ഈ ഒരു തീരുമാനം എടുക്കുന്നില്ല, എല്ലാ ഉദ്യോഗസ്ഥരും നോക്കിക്കോളും, പറയുന്നതല്ല നടക്കുന്നത്. അതായത് മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ ഈ ഒരു തീരുമാനങ്ങളും എടുക്കുന്നില്ല, എല്ലാം ഉദ്യോഗസ്ഥർ നോക്കിക്കോളും, പറയുന്നതല്ല നടക്കുന്നത്. അത് കേരളത്തിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നില്ല, അതോ ജനങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ഇതിപ്പോ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇതേപോലത്തെ നിയമങ്ങൾ, അതായത് ഇപ്പൊ ലൈസൻസ് ലൈസൻസിനൊക്കെ നല്ല തീരുമാനം തന്നെ. ആസ് എ മന്ത്രി എങ്ങനെയുണ്ട് പുള്ളിക്കാരനെ കേരളത്തിലെ നല്ലതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം ചെയ്യുന്നത് ഓക്കെ, ഇപ്പം അധികം ഫോക്കസ് ആയിട്ട് കാണുന്നോണ്ട് നല്ലതാണ്. ലൈസൻസിന്റെ എണ്ണം ഇത്ര കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത്ര റൂൾസുകൾ ഇതൂടെ സ്ട്രിക്റ്റ് ആക്കുക, അങ്ങനെ കുറച്ചുണ്ട്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കുറച്ചുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ, ജനങ്ങൾ 1-2 കുറച്ച് ആൾക്കാരല്ലല്ലോ, ലക്ഷങ്ങളല്ലല്ലോ ഉള്ളത്. ഓരോ സ്ഥലത്തു നിന്ന് ഇപ്പോൾ കുറച്ചുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം പെടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ റൂൾസ് ഒക്കെ ആപ്ലിക്കബിൾ ആയ കുറച്ചുകൂടെ പെനാൽറ്റി ഇടുക, അതായത് ഇപ്പോൾ ഇത്രയും കൂടെ ഫൈൻ കൂട്ടുക എന്ന് പറയുമ്പോൾ പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന
ഉള്ളതാണ് ഇതിന് മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ഓലെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, നല്ലത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. മന്ത്രി എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ? ഇതുവരെ ഒരു കുഴപ്പം പറയാൻ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോന്ന് ചെറിയ ഇത് ഉണ്ടാവുമല്ലോ, അത്രയൊക്കെ തന്നെ. കുഴപ്പമില്ല. ഗണേഷ് കുമാറിനെ കൊണ്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് കേരളം എന്ന് മനസ്സിലായില്ല. അതാണ് നമുക്ക് ഒന്നാമത് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ ലീഡറിലായി കഴിഞ്ഞ് ആദ്യമായിട്ട് ലീഡറായി ആ ക്ലാസ്സിലേക്ക് വന്നപാട് പറയാം ഞാൻ നാളെ മുതൽ ഇങ്ങനെയാക്കും, മറ്റന്നാൾ മുതൽ ഇങ്ങനെയാക്കും, ഇനി ഞാൻ ഇതുപോലെ ചെയ്യും അതുപോലെ ചെയ്യും, ഇത്തരത്തിലുള്ള കുറേ. അങ്ങനെയല്ല, ഇത് കേരളമാണ്. ഈ കേരളത്തിലെ ജനസാന്ദ്രത, ഇവിടെയുള്ള വിഷയങ്ങൾ, റോഡ് അല്ലെങ്കിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ച് അതിന് ഉതകുന്ന തരത്തിൽ വേണം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഇന്നലെ അയാളൊരു മീഡിയക്കാർ മുമ്പിൽ പറഞ്ഞിട്ടോ ഞാൻ അങ്ങനെ നിങ്ങളുടെ മനോരമേൻ്റെ ഒരു ചാനലിൻ്റെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതൊന്നുമില്ല, എല്ലാം പഴയ പോലെ നടക്കും, എല്ലാ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും. ഇതൊരു തീർത്തും ഒരു ഈഗോയോ ഇങ്ങനെയുള്ള പലതും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ ചേഞ്ച് ചെയ്യുന്ന റൂൾസ് അക്സെപ്റ്റബിൾ ആണ്, ലൈസൻസുകൾ കുറയ്ക്കുക അല്ല, അത് പറ്റില്ല. അതിന്റെ കാരണം അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ന് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ദിവസം ഇത്രയാകെ ലൈസൻസ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് RTO ആ മേഖലയ്ക്ക് തന്നെയാണ് കൂടുതൽ പണി വരാൻ പോകുന്നത്. കാരണം ഒരു ദിവസം ഇപ്പം നിലവിൽ ഒരു നമുക്ക് വെറുതെ ഒരു ഉദാഹരണം 50 ലൈസൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ പറയുന്ന ഒരു 14 കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും ലൈസൻസിന്റെ അപേക്ഷകൾ അവിടെ കിടക്കുന്നുണ്ട്, ഡ്രൈവിംഗ് സ്കൂളിലോട്ട് വരുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഈ ആൾക്കാർ ഇത്രയും ആൾക്കാർ ഇത് കൊടുക്കൂ എന്ന് പറയുമ്പം അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണോ? അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. നമ്മളെ വിദ്യാഭ്യാസത്തിൽ തുടക്കം തൊട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വന്ന ആ സമൂഹത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ തികച്ചും അരക്ഷിതരായിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ അത് ബുമറാങ് പോലെ തിരിച്ചടിക്കുകയ്യ. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കും, പക്ഷെ ആദ്യം അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് 18 വയസ്സിലേക്ക് എത്തിച്ച് ആ 18 വയസ്സുള്ള സമൂഹത്തിലേക്ക് വേണം ഈ സാധനം അപ്ലൈ ചെയ്യാൻ. എന്നാൽ വളരെ എളുപ്പത്തിൽ പ്രവർത്തിയാക്കാൻ പറ്റും. ഫൈൻ അടയ്ക്കുന്നതും കൂട്ടുക എന്നുള്ള അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ ഒരു മിനിമം ഫൈൻ എന്നുള്ളത് അങ്ങനെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നിയമം തെറ്റിക്കുകയാണെങ്കിൽ ഇത്ര രൂപ ഫൈൻ അടയ്ക്കാവുന്ന ഒരു പേടി ഉണ്ടാകുമ്പോൾ അത് തെറ്റിക്കാതിരിക്കാൻ നോക്കത്തില്ല. പെനാൽറ്റി ഉണ്ടാകുമ്പോൾ തന്നെയാണ് നിയമങ്ങൾ കർശനമാവുള്ളൂ. അതിന്റെ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഉദാഹരണം കേരളം. നമ്മൾ കേരളത്തിന് പുറത്തുള്ള മറ്റൊരു സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ കാണും, പക്ഷെ എന്നാൽ അത് അവിടെ നിയമലംഘനങ്ങളല്ല. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പെനാൽറ്റി കൊടുക്കുക എന്നുള്ളതും അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതുമാണ് ഒരു സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ റോഡ് മാന്യതയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ വാഹനം ഓടിച്ച് പോകുന്നവർക്ക് അത് മനസ്സിലാവും ഈ കേരളത്തിന്റെ കാര്യം. അത് നമ്മൾ ഇന്ത്യയിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഉയരത്തിലാണ് കേരളത്തിന്റെ ഗതാഗത സംവിധാനം. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ചില ആൾക്കാർക്ക് നേരെ പോകുമ്പോൾ അത് കണ്ണടക്കുന്ന രീതിയിലേക്ക് മാറാണ്ട് അത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ആൾ പറയുന്നതല്ലേ ശരി, ഗണേഷ് കുമാർ പറയുന്നതല്ലേ ശരി തന്നെയാണ്. പക്ഷെ അയാളെ കുറച്ച് ഈഗോ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പേഴ്സണൽ സംഭവം എനിക്കറിയാൻ മന്ത്രി എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ? എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ? മന്ത്രി എങ്ങനെയുണ്ട്? പുള്ളി പുതിയ കുറെ സംഭവം ഇറക്കിയിട്ടുണ്ടല്ലേ, പുതിയ ഡ്രൈവിംഗ് സ്കിൽസ്. ചിലപ്പോ നല്ലതായിരിക്കും അത്. പുള്ളിക്കാരൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഒരു ഇത്ര ലൈസൻസ് കൊടുത്താൽ മതി, ഇത്ര ലൈസൻസ് എല്ലോട്ട് കുറക്കണം, കയറ്റത്തിൽ വെച്ച് വണ്ടി എടുക്കാവുന്ന മാസം ലൈസൻസ് എടുത്താൽ മതി. അത് അതിനെ കുറിച്ച് എനിക്ക് വലിയ പിടിവാദില്ലാത്ത എനിക്ക് അറിയത്തില്ല. അത് എങ്ങനെയുണ്ട്? അതൊക്കെ അക്സെപ്റ്റ് ചെയ്യോ? കേരളത്തിൽ അങ്ങനെ റൂൾ വരുവാണ്, അങ്ങനെയുള്ളവർക്ക് മാത്രം ലൈസൻസ് മതി എന്ന് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യോ? ഡിപ്പെൻസ് ഓണാണ്. ഇപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്കത് കാരണം അതിനോട് നോക്കണമെന്നില്ല. പുതിയ പിള്ളേർക്ക് വെച്ച് നോക്കുമ്പോ അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോ അടിപൊളി മന്ത്രിയാ എൻ്റെ അഭിപ്രായത്തിൽ. നല്ല മന്ത്രിയാ. കാരണം ലൈസൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയ മാതിരി ഇപ്പോൾ കൊടുക്കുന്ന സംവിധാനമൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് വണ്ടി പാർക്ക് ചെയ്യേണ്ടതൊക്കെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ. പിന്നെ ഈ കാര്യത്തിൻ്റെ മുകളിൽ കുത്തനുള്ള കാര്യത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട് പിന്നെ ശരിക്കും വണ്ടി എടുക്കാൻ പഠിക്കണം, അങ്ങനത്തെ ലൈസൻസ് കൊടുക്കാവൂ. എൻ്റെ അഭിപ്രായം അതാ. അല്ല, ഇപ്പോൾ ലൈസൻസിന്റെ ഇപ്പോൾ സ്ഥിരം എടുക്കുന്ന 8 അല്ലെങ്കിൽ H അങ്ങനത്തെ ഒരു പാറ്റേൺ ആണല്ലോ, അതൊക്കെ മാറ്റി പിന്നെ ഫോറിൻ കൺട്രീസ് ചെയ്യുന്ന പോലെ വലിയ വലിയ സർക്കിൾസ് അങ്ങനത്തെ ഒരു വേറൊരു ലെവൽ ഓഫ് ലൈസൻസ് എടുക്കുന്നതിന്റെ ആ ഒരു ട്രാക്കിലേക്ക് പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? അല്ല, H-ഉം T-യും ഒക്കെ എടുക്കുന്ന പെർഫെക്റ്റ്, അത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കി വെച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ ഈ കേരളത്തിൻ്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിയിട്ട് കറക്റ്റ് ആ വണ്ടി എടുക്കുന്നവന് മാത്രമേ ലൈസൻസ് കൊടുക്കാനാവും. കാരണം ഒരു നല്ല ഡ്രൈവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. എൻ്റെ അഭിപ്രായം പുള്ളിക്കാരൻ ചെയ്യുന്നത് കറക്റ്റായില്ല. പക്ഷെ കേരളത്തിൽ ആപ്ലിക്കബിൾ ആവുമെന്ന് തോന്നുന്നുണ്ട്. 100% വരണമെന്നാണ് ആഗ്രഹം.
മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നയങ്ങളും പ്രവർത്തനങ്ങളും അടിപൊളിയാണ്. പുള്ളിയുടെ ഒട്ടുമിക്ക എല്ലാ കൺസെപ്റ്റും നല്ലതാണ്. പുള്ളി ഒരു നല്ല മന്ത്രിയാണ്. ഭരിക്കാൻ അറിയാവുന്ന, ജനങ്ങൾക്ക് വേണ്ടി അറിയാവുന്ന ഒരു മന്ത്രിയാണ്. പുള്ളിക്കാരൻ ചെയ്യുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ചേഞ്ച് ചെയ്യുന്ന റൂൾസ് ഒക്കെ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കുന്നു വിശ്വസിക്കുന്നു. ചെറിയൊരു ഹോപ്പ്. കേരളത്തിൽ ആപ്ലിക്കബിൾ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ലൈസൻസ് ഇപ്പോൾ ഒരു ദിവസം ഇത്ര കൊടുത്താൽ മതി, കയറ്റത്തിൽ വെച്ച് വണ്ടി എടുക്കാൻ അറിയാവുന്നതിന് മാത്രം വണ്ടി എടുത്താൽ മതി. നല്ല നയങ്ങളത് പോസിബിൾ ആണ്. എല്ലാവർക്കും അതേപോലെ നടക്കും. കാരണം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പറയുന്നുണ്ടോ, ഞാൻ ഒരു തീരുമാനം എടുക്കുന്നില്ല. അത് പത്രക്കാരുടെ ഇത് കാരനാണ് അങ്ങനെ പറഞ്ഞതാണ് എനിക്ക് തോന്നണേ. വ്യക്തമായിട്ട് എനിക്ക് അതിനെ പറ്റി അറിയാൻ പാടില്ല. പുള്ളിക്കാരൻ എങ്ങനെയുണ്ട്? ആസ മന്ത്രി എങ്ങനെയുണ്ട്? ഇത് പുള്ളിക്കാരൻ മന്ത്രി പക്കയാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു മന്ത്രിയാണ് പുള്ളി. പുള്ളിക്കാരന് നല്ലൊരു മാറ്റം വരുന്നത് കേരളത്തിനും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. പുള്ളിനെ പോലെയുള്ള മന്ത്രിമാര് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു വിചാരിക്കട്ടെ. ഇത് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്ന വരുന്നുണ്ടോ? ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ബാക്കിയുള്ള മന്ത്രിമാരും പിന്നെ സർക്കാരും കൂടി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ നടക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പൊ മറ്റേ ലൈസൻസിൽ 8 വെച്ചായിരുന്നല്ലോ, അതൊക്കെ ഇനി മാറ്റിയിട്ട് വേറെ ട്രാക്ക് ആക്കണം എന്നൊക്കെ പറയാം. അതൊക്കെ നല്ലതാണ്. കേരളത്തിലെ റോഡുകൾ കൂടി നന്നായി കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനമാണ്. നല്ലൊരു മന്ത്രിയായിരിക്കും. നല്ലൊരു മന്ത്രിയാണ്. ഈ സിനിമ പുള്ളി നല്ല അഭിപ്രായമാണ്. പുള്ളിയുടെ പോയിന്റ് ഒക്കെ അത്യാവശ്യം KSRTC-കാരുടെ ജോലി കൊടുക്കണെന്നൊക്കെ പറഞ്ഞില്ല നമ്മുടെ യുവത്തന്മാർക്ക്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ലൈസൻസിന്റെ എണ്ണം വെട്ടിക്കുറയ്ക്കാന്നൊക്കെ പറയാം. ഒരു ദിവസത്തെ ലൈസൻസ് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് കുഴപ്പമില്ല. എന്നാലും ഇത്തിരി ബാക്കിയുള്ളവരും കൂടി ഉള്ളതല്ലേ, അപ്പൊ അങ്ങനെ വലിയ ഇതായിട്ട് കൂട്ടറുള്ള ഡ്രൈവിംഗ് അറിയാവുന്നവർ മാത്രമല്ല, നല്ലോണം അറിയാവുന്നവർ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കേരളത്തിൽ നിന്ന് വണ്ടി എടുക്കാൻ പഠിക്കുന്നവർ മാത്രം ലൈസൻസ് എടുത്താൽ മതി. അങ്ങനത്തെ ഇതുള്ളത് അതൊക്കെ ഉള്ളത് നല്ലത്. അത് നല്ല കാര്യമാണ്. വണ്ടി പഠിക്കണം, റോഡിലേക്ക് ഇറങ്ങാനുള്ളതല്ലോ. എന്തായാലും ആരെങ്കിലും പോയി ഇടിച്ചിട്ട് കാര്യമില്ല പഠിക്കാണ്ട്. പുള്ളിക്കാരൻ ചെയ്തത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു തീരുമാനം എടുക്കുന്നില്ല, പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചോളും. അത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണോ? അതോ ഈ പറഞ്ഞ പോലെ നിയമമൊന്നും ഇവിടെ ആപ്ലിക്കബിൾ ആവില്ല എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതെന്തായാലും ആവുമല്ലോ പയ്യായാലും. ചില കാര്യങ്ങൾ പിന്നെ ഹെൽമെറ്റ് വെക്കണ കാര്യത്തിലൊക്കെ ഇപ്പൊ ചിലവര് നോക്കണല്ല, കുറച്ചാൾ വെക്കാണ്ട് ഇറക്കും, ഇങ്ങനെ ഇതടിക്കും എന്ന് പറയുമ്പോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഗണേഷ് കുമാർ മന്ത്രി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോഴത്തെ റൂളൊക്കെ പുള്ളിയുടെ അത്യാവശ്യം നല്ല കാര്യങ്ങളാണ് പുള്ളി പറയണത്. ഡ്രൈവിങ്ങിനെ പറ്റി പ്രത്യേകിച്ച്. ബാക്കിയുള്ള ഞാൻ അങ്ങനെ കേരള ഞാൻ ഇപ്പൊ കേൾക്കണ ഇതിനെ കുറിച്ചാണ്. ഞാൻ പറയാൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കൃത്യമായിട്ട് ഓർഡർ കൊണ്ടുവരുന്നത്, അങ്ങനെ ഇതാക്കുന്നത് സിസ്റ്റമാറ്റിക് ആണ്. വണ്ടി ഓടിക്കാൻ കുറച്ചും കൂടി നമ്മൾ ഒരു പ്രൊഫഷണൽ ഓടിക്കണമെങ്കിൽ നല്ലത് ആക്സിഡന്റും ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. പുള്ളി അതിന്റെ ഒരു ഇതിലെടുക്കണ ഇതാണെങ്കിൽ ഓക്കെ. ഇപ്പൊ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ ഈ 8H ആണല്ലോ നോർമലി, അതൊക്കെ മാറ്റണം എന്നാണോ ആഗ്രഹം? പുള്ളിക്കാരൻ അതൊന്ന് മാറ്റി വേറെ ഇതാക്കണം. വേറെ നമ്മുടെ ഫോറിൻ കൺട്രീസിലെ പോലെ വലിയൊരു ട്രാക്ക് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സാധനം, അത് നമുക്കത് കുറച്ച് പാടായിരിക്കും ചെയ്യണവർക്കൊക്കെ. ചിലവർക്കത് സെറ്റ് ആവൂല, ചിലവർ പിന്നെ അത് പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ പഴയ 8H തന്നെ? പഴയ 8H തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നിട്ടുള്ളത്. നല്ല അഭിപ്രായമാണ്. പുള്ളി ഗതാഗത മന്ത്രി ആയാല് വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ മന്ത്രിനെക്കാളും ഭേദം പുള്ളി തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഞാൻ ഒരു വണ്ടി ഭ്രാന്തനാണ്, ആക്ച്വലി ബസ് ഭ്രാന്തൻ. നിയമങ്ങൾ എടുത്ത് മാറ്റിയപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് കേരളത്തിലെ പിള്ളേരുടെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രിയുടെ പേര് പറയാൻ തന്നെ എനിക്ക് ലജ്ജ. ഗണേഷ് കുമാർ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമാനമാണ് പുള്ളിയോട്. ബഹുമാനം എന്ന് വെച്ചെന്നാൽ എന്താ, സപ്പോർട്ടാണ്, എല്ലാത്തിനും ആക്റ്റീവാണ്. പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം സപ്പോർട്ടാണോ? ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ലൈസൻസിൻ്റെ കാര്യത്തിന് മാത്രം നമുക്കൊരു എതിർപ്പുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും വണ്ടി ഭ്രാന്തർക്ക് വേണ്ടി സപ്പോർട്ടാണ് പുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ലൈസൻസ് ഒരു ദിവസം ഇത്ര എണ്ണം കൊടുത്താൽ മതി, അങ്ങനെ ഒരു ഇതൊക്കെ കൊണ്ടുവന്നല്ലോ, അത് പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി നടത്തിയെടുക്കും, അതിനുള്ള കേപ്പബിലിറ്റി പുള്ളിക്കുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ 8H അതിൻ്റെ ട്രാക്ക് മാറ്റണം, പിന്നെ കയറ്റത്തിൽ വെച്ച് വണ്ടി എടുക്കാൻ മാത്രം വണ്ടി ലൈസൻസ് മേടിച്ചാൽ മതി, അങ്ങനെ അതൊക്കെ പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈസൻസ് പോസിബിൾ ആണെന്ന് വെച്ചാൽ ഒരു ഭാഗം വെച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വേണം. പക്ഷേ ചിലരുടെ കാര്യത്തിൽ നമുക്കത് പോസിബിൾ ആകത്തില്ല. നിങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്തതല്ലേ?
നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കഷ്ടപ്പെട്ടത് എച്ചുവിട്ടെടുക്കാൻ. അപ്പം ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ബെറ്റർ ആയിട്ട് സേഫ് ആയിട്ട് ഇപ്പൊ പുള്ളി കൊണ്ടുവന്ന കാര്യം സേഫ്റ്റിയാണ്. പക്ഷേ കേരളത്തിലെ ആൾക്കാർ അംഗീകരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇനി ഒരു തീരുമാനങ്ങൾ എടുക്കുന്നില്ല, ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനിച്ചോളും. അതൊക്കെ എന്ത് കേരളത്തിലെ ഇതുകൊണ്ടാണോ, കേരളത്തിലെ നടപടിയാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണോ? നടപടി ആവുന്നില്ല തന്നെ നമുക്ക്. ഞാൻ ഒരു കാര്യമുണ്ട്, ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഒരു നിയമം എടുത്തിട്ട് കാര്യമുണ്ടോ? അതെ, ഇതൊക്കെ മാറണം എന്നാണ് ആഗ്രഹം. മാറണമെന്ന് വെച്ചാൽ വണ്ടികൾക്കെതിരെയുള്ള നിയമങ്ങൾ കുറെ മാറുവാണ് അത്ര സന്തോഷം. അതെ, കുറച്ചുകൂടി ലിബറലി ആയിട്ട്. പിന്നെ KSRTCക്കും ഇതിന് 2 നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്കെന്തോ ആവാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. ഭയങ്കര എല്ലാവർക്കും തുല്യത വേണം. തുല്യത വേണം. പിന്നെ പുള്ളി കൊണ്ടുവന്ന എല്ലാം പ്ലാനിങ് ഉണ്ട് പുള്ളിക്ക്, പക്ഷേ ജനങ്ങൾ സമ്മതിക്കാതെ. പിന്നെ കുറെ മന്ത്രിമാരുണ്ടല്ലോ കൈയിട്ട് വരുന്നവര്, പുള്ളിയുടെ കൂടെ നിൽക്കാത്തവര്. കൂടെ നിൽക്കുന്നവര് നന്നായിട്ടല്ലേ കാര്യമുള്ളൂ. ഗണേഷ് കുമാർ എന്ന മന്ത്രി എങ്ങനെയാണ്, അടിപൊളിയാണോ? പേഴ്സണലി എനിക്ക് പുള്ളിനോട് ഭയങ്കര ബഹുമാനമാണ്. അതുപോലെ തന്നെ ഇഷ്ടമാണ് പുള്ളിനെ. പേഴ്സണലി മന്ത്രിയായിട്ട് പുള്ളി ചെയ്യുന്നതിന് കുഴപ്പമില്ല, കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ. പുള്ളിക്കാരൻ മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. കൊണ്ടുവരും, അതിനുള്ള ഇത് പുള്ളിക്കുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഗണേഷ് കുമാറിന്റെ മന്ത്രിയെ കുറിച്ച് ആളുകൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ, എത്രത്തോളം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എതിർക്കുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ നയങ്ങൾ ശരിയാണോ തെറ്റാണെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രി എങ്ങനെയാണെന്നും പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണെന്നും ഞങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നവരെ ദിസ് NP സനിയം.